ഹലോ, വെൽക്കം ടു MCS. ഇന്നത്തെ വീഡിയോ പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അഥവാ NRI, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ, അഥവാ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അതിനാൽ തന്നെ നിങ്ങളൊരു NRI അല്ലെങ്കിൽ പ്രവാസി അല്ലെങ്കിൽ ഈ വീഡിയോ കാണേണ്ടതില്ല. അതേസമയം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കണക്ഷനിലോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രവാസികളായിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. വിഷയം മറ്റൊന്നുമല്ല, NRIകൾക്ക് അഥവാ പ്രവാസികൾക്ക് വേണ്ട പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും തന്നെ ഉണ്ടായിരിക്കേണ്ട 2 ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന് NRE അഥവാ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ NRO നോൺ റെസിഡൻറ്റ് ഓർഡിനറി ബാങ്ക് അക്കൗണ്ടും. എന്താണ് NRE ബാങ്ക് അക്കൗണ്ട് നോക്കാം. വളരെ സിമ്പിളാണ്. വിദേശത്തു നിന്നുള്ള നമ്മുടെ അല്ലെങ്കിൽ പ്രവാസിയുടെ വരുമാനം നാട്ടിലേക്ക് അയക്കാവുന്ന ബാങ്ക് അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. NRE അക്കൗണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 100% ടാക്സ് ഫ്രീ ആണ്. ഇതിൽ ഉള്ള നിക്ഷേപത്തിന് ഒരു ടാക്സും നമ്മൾ കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി തുടങ്ങുന്ന NRE FD അല്ലെങ്കിൽ NRE RD റിക്കറിംഗ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ തുടങ്ങുമ്പോൾ അതിനും ടാക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ 100% ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് എത്ര സംഖ്യ വേണമെങ്കിലും വിദേശത്ത് നിന്ന് നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. നാട്ടിൽ നിന്ന് അത് വിഡ്രോ ചെയ്യാവുന്നതുമാണ്. അതേസമയം NRE അക്കൗണ്ടിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമല്ല, അതിൻ്റെ ഒരു ടൈപ്പ് അങ്ങനെയാണ്. അഥവാ നാട്ടിൽ നിന്ന് ക്യാഷ് അഥവാ ഇന്ത്യൻ കറൻസിയിൽ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല. NRE അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് മാത്രമേ ക്യാഷ് അയക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ വേറൊരു NRE അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഈ NRE അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നാട്ടിലുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, റെസിഡൻറ്റ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരിക്കലും NRE അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ബാങ്ക് അക്കൗണ്ടാണ് NRO അക്കൗണ്ട് അഥവാ നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. ഈ അക്കൗണ്ട് സാധാരണ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്, അഥവാ പ്രവാസികൾക്കുള്ള സാധാരണ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. ഇതിലേക്ക് ക്യാഷ് നാട്ടിൽ നിന്ന് അയക്കാം. അതുപോലെ തന്നെ നാട്ടിലുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാൻ പറ്റും. അതേസമയം ഇതിൽ ടാക്സ് ഫ്രീ അല്ല. ഇതിൽ നടക്കുന്ന ഇടപാടുകൾക്ക് ഇൻകം ടാക്സ് അതുപോലുള്ള ടാക്സുകൾ ബാധകവുമാണ്. നമ്മൾ അറിയുന്ന പല ആളുകൾക്കും സ്വന്തമായിട്ട് NRE അക്കൗണ്ടോ അല്ലെങ്കിൽ NRO അക്കൗണ്ടോ ഇല്ലാത്തവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലരും ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെയോ അതല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളുടെ അക്കൗണ്ട് വഴിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് നാട്ടിലേക്ക് അയക്കുന്നതാണ്. ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇന്നില്ല. നമുക്ക് ബാങ്കിൻ്റെ മിക്കവാറും ഒരുവിധം ബാങ്കുകളൊക്കെ ഓൺലൈൻ വഴി നമുക്ക് NRE അക്കൗണ്ടും NRO അക്കൗണ്ടും തുടങ്ങാവുന്നതാണ്. അതിനുശേഷം പ്രവാസികൾ നാട്ടിൽ ലീവിന് പോകുമ്പോൾ ബാങ്കിൽ പോയി അത് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ നടത്തി അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ NRE അക്കൗണ്ട്, NRO അക്കൗണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പ്രവാസികളായ നിങ്ങൾ തീർച്ചയായും ഈ അക്കൗണ്ടുകൾ എടുത്ത് അതിൽ ട്രാൻസാക്ഷൻ നടത്തി സാമ്പത്തികമായി ഉയർന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. Thank you for watching. Have a good day.